ചുരിദാർ ഇട്ട് നടക്കുന്ന സമയത്ത് സാധാരണ രീതിയിലുള്ള ഓടാനും ചാടാനെല്ലാം പ്രയാസമുണ്ട്. അവിടെ ആൺകുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷർട്ടും പാൻറ്റും അനുവദിച്ച് തരുമോ എന്നുള്ള കാര്യം അവൾ എന്നോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഞാൻ കുട്ടിക്ക് അവിടെ ആൺകുട്ടികൾ ഇട്ടുകൊണ്ടിരിക്കുന്ന വസ്ത്രമായ ഷർട്ടും പാൻറ്റും ധരിക്കാൻ മകൾക്ക് കൂടി അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ്. ചിലവർക്ക് പെട്ടെന്ന് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഷർട്ടും പാൻറ്റും ഇടാന്നൊക്കെ പറയുന്നത് അവർക്കൊരു രീതിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇടണം എന്ന് പറയുന്നവരോടൊക്കെ ഞാൻ നല്ല രീതിക്ക് സപ്പോർട്ടീവാണ്. പാൻറ്റും ഷർട്ടും ധരിച്ച് നിറഞ്ഞ ചിരിയോടെ നടന്നു വരുന്ന ജന്നത്ത് സമരവീരയുടെ മുഖത്ത് ഈ പുഞ്ചിരി ഒരു ചെറിയ കാര്യമല്ല, ഒരു വലിയ വിജയത്തിന്റെ മുന്നേറ്റത്തിന്റെ ഫലമായ ആത്മവിശ്വാസത്തിന്റെ പുഞ്ചിരിയാണത്. സ്കൂളിൽ മകൾക്ക് പാൻറ്റും ഷർട്ടും ധരിക്കാൻ അനുമതിക്കായി ഒറ്റയാൾ പോരാട്ടം നടത്തിയ അമ്മയുടെ വിജയത്തിനുള്ള മധുരം കൂടിയാണ് ഈ ചിരി. മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ്സുകാരി ജന്നത്ത് സമരവീരയും അമ്മ അഭിഭാഷകയായ ഐഷ ജമാലും നടത്തിയ പോരാട്ടത്തിന്റെ കഥയാണിത്. മഞ്ചേരി ബോയ്സ് സ്കൂളിൽ ആൺകുട്ടികൾക്ക് പാൻറ്റും ഷർട്ടും, പെൺകുട്ടികൾക്ക് സ്ലിറ്റ് ഇല്ലാത്ത ചുരിദാറും ഓവർകോട്ടുമാണ് യൂണിഫോം. എന്നാൽ ഇത് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെന്ന മകളുടെ പരാതിയാണ് ഐഷ പി ജമാൽ എന്ന അഭിഭാഷകയെ പോരാട്ട വീഥിയിലെത്തിച്ചത്.